നമസ്കാരം. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട്, മീഡിയ മംഗളത്തിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. കേരള കോൺഗ്രസിൻ്റെ എല്ലാമായ അവരുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ നിന്ന് മണ്ഡലം മാറുന്നു. കടുത്തുരുത്തിയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ ജോസ് കെ മാണി സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാനുണ്ട്. തൻ്റെ രാഷ്ട്രീയ ബദ്ധശത്രുവായിട്ടുള്ള മോൻസ് ജോസഫിനെതിരെ മത്സരിക്കാൻ കടുത്തുരുത്തിയിലേക്ക് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി എത്തുന്നു. പാലയേക്കാൾ വിജയസാധ്യത കൂടുതൽ കടുത്തുരുത്തിയിലെന്ന പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അദ്ദേഹം കടുത്തുരുത്തി മണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ LDFിനോട് ചോദിച്ചു വാങ്ങാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. എന്തായാലും മോൻസ് ജോസ് കെ മാണി പോരാട്ടത്തിന് വേദി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും കടുത്തുരുത്തിയിൽ മത്സരിച്ച് വിജയിക്കാൻ നിയമസഭയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജോസ് കെ മാണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി കടുത്തുരുത്തി മണ്ഡലത്തിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം പാലയേക്കാളും ജോസ് കെ മാണിക്ക് വിജയസാധ്യത കൂടുതൽ ഉള്ളത് മാണി സാറിന് അഭേദ്യമായിട്ടുള്ള ആത്മബന്ധമുള്ള കടുത്തുരുത്തിയിലാണ് എന്ന തരത്തിലേക്കുള്ള ഒരു അവരുടെ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ജോസ് കെ മാണി സ്വന്തം തട്ടകമായിട്ടുള്ള പാലയിൽ നിന്ന് മാറി കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നു. അങ്ങനെ ജോസ് കെ മാണി മോൻസ് ജോസഫ് പോരിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ സാക്ഷിയാകും. എന്തായാലും കടുത്തുരുത്തിയിൽ വിജയസാധ്യതയുണ്ട്. മോൻസ് ജോസഫിനെതിരെയുള്ള ഒരു പൊതുവിലൊരു വികാരം ആ മണ്ഡലത്തിലുണ്ട് എന്ന ഒരു സൂചന തന്നെയാണ് ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിൽ സജീവമാക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയാകും, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകും. 2 ചിഹ്നത്തിൽ മോൻസ് ജോസഫിനെതിരെ മത്സരിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്.